റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതിക്കായി വിവിധ വാർഡുകളിൽ കിണർ നിർമ്മിച്ചതിൽ വൻ അഴിമതി നടന്നെന്ന ആരോപണമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. 5.25 കോടി രൂപയുടെ പദ്ധതികൾ കുടിവെള്ളത്തിനായി നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന LDF ഭരണസമിതി ജനവഞ്ചനയാണ് നടത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണെന്ന പേരിൽ LDF ഭരണസമിതി നടപ്പിലാക്കിയ ഒരു പദ്ധതി പോലും ജനത്തിന് ഉപകാരപ്പെടുന്നില്ല. 2020-21 സാമ്പത്തിക വർഷം മുതൽ 2022-23 വർഷം വരെ 17ഓളം കിണറുകളാണ് നിർമ്മിച്ചത്. ഇതിനു പുറമെ കോളനികളിൽ മറ്റു പദ്ധതികളുമുണ്ട്. വലിയ അഴിമതി നടത്തി സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള ഒരു മറ മാത്രമാണ് ഇത്തരം പദ്ധതികളെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. കിണറുകളുടെ നിർമ്മാണം മുതൽ റിങ്ങിട്ടത് ഉൾപ്പെടെ അശാസ്ത്രീയമായ രീതിയിലാണ് നടന്നിട്ടുള്ളത്. കുട്ടത്തി, അമ്പലക്കുന്ന്, അരിമണൽ, ആശ്രമം എന്നിവിടങ്ങളിൽ 3.37 ലക്ഷവും 3.61 ലക്ഷം രൂപയും വിനിയോഗിച്ച് നിർമ്മിച്ച കിണറുകൾ നോക്കുകുത്തികളാണ്. 17 കിണറുകളിലേക്ക് വഴി പോലുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണസമിതികൾ നിർമ്മിച്ച കിണറുകൾക്ക് മുകളിലേക്ക് റിങ്ങിട്ട് പണം തട്ടിയതായും കോൺഗ്രസ് ആരോപിക്കുന്നു. വെള്ളം നൽകി, പക്ഷെ പല ഭാഗങ്ങളിലും എത്താത്ത കംപ്ലൈൻറ്റ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ വാർഡുകളിൽ അതാത് ആളുകൾ, നമ്മളെ പ്രവർത്തകർ വണ്ടിയിൽ, സ്വന്തം വണ്ടിയിൽ വെള്ളം നിറച്ച് ഒരുപാട് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സംബന്ധിച്ച് ഈ 2022-23 വർഷത്തിൽ 17ഓളം കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ ഇന്നുണ്ടായിട്ട് ആ കിണറുകളെല്ലാം പോയി കണ്ടു. പക്ഷെ വളരെ വിചിത്രമായ രീതിയിലാണ് ഈ കിണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതലും ഇതിൻ്റെ കിണർ കുഴിച്ചിട്ടുള്ളത് അടിയിലോട്ട് വളരെ 1-2 റിങ് മാത്രം ചില ഭാഗങ്ങളിൽ, മറ്റുള്ള നമ്മൾ ഒരു 2 ആൾ നിന്നാൽ കാണാത്ത അത്രയും ഹൈറ്റിൽ റിങ്ങുകളെല്ലാം മുകളിലാണ് വെച്ചിട്ടുണ്ട്. അതിന് നെറ്റൊക്കെ വെച്ച് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യനും അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ ഇല്ലെന്ന് നോക്കണമെങ്കിൽ ഒരു കോണി കൊണ്ടേ ചാരണം. രണ്ടവസ്ഥയെ പറയുന്നത്. ഇതിലൊന്നും വെള്ളമില്ല. ശരിക്കും മോട്ടറൊന്നും വെച്ചിട്ടില്ല. ഇത്രയും കാലം ഈ ജനങ്ങളൊന്നും ആ വെള്ളം കുടിച്ചിട്ടുമില്ല. പമ്പൊന്നും വെച്ചില്ല. അപ്പോൾ തുടർ പദ്ധതി എന്ന് ഇതൊക്കെ തന്നെയാണ്. എന്നെങ്കിലും ഒരു ബക്കറ്റോ ഒരു കയറോ വരെ വെള്ളം മുക്കാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളും. അപ്പോൾ ഇതേമാതിരിയുള്ള അവസ്ഥകളാണ് ഉള്ളത്. പിന്നെ ഇന്ന് പോലെ ഭാഗങ്ങൾ വരെ പോയി നോക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജനതയ്ക്ക് കൈമാറിയ കിണർ പിന്നെ പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ പറ്റില്ല എന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊക്കെ ആയിരുന്നാണ്. പക്ഷെ ആ കിണറൊക്കെ ആണ് 4.25 ലക്ഷം ഉറുപ്പിയോളം നീക്കി വെച്ച് നിലവിൽ അതിനൊരു പമ്പ് സെറ്റ് ഉണ്ട്, ഒരു മോട്ടർ. വീണ്ടും ഞാനത് അന്വേഷണം നടത്തിയപ്പോൾ അതിക്ക് വീണ്ടും ഒരു 8 HPന്റെ മോട്ടർ വെക്കുന്നുണ്ട്. ആ കിണറിൻ്റെ അടിയിലേക്ക് ഒരു 4 റിങ് വട്ടത്തിൽ വാർത്തിട്ടുണ്ട്. 4 റിങ് ഇട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പണി. തൊട്ടടുത്ത് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇണ്ണിമാക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് വണ്ടൂർ ബ്ലോക്കിൻ്റെ ഫണ്ട് അനുവദിച്ച കിണർ നിങ്ങൾക്കറിയാം. നമ്മളെ യേശു നിവാസ് അരിമണലിൽ ആ റോഡിൽ പോയാൽ നിങ്ങൾക്ക് അത് പോയാൽ കാണാം. അതിലേക്ക് ഏതാണ്ട് 6 റിങ് ഇറക്കി ഏതാണ്ട് 6 ലക്ഷം ഉറുപ്പിയോളം ചെലവഴിച്ചിട്ടുള്ളത്. 6 ലക്ഷം ഉറുപ്പ്യ. അപ്പം ഈ അരിമണൽ വാർഡിൽ തന്നെ ഇത്രയധികം ഒരു അഴിമതി ആണ് അവിടെ നടത്തിയത്. പിന്നെ അറിയാം, ഒന്ന് പുട്ടത്തിയിലെ കിണറിൻ്റെ അവസ്ഥ എന്താണ്? ഇത് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ അതിനെ അന്വേഷിച്ചപ്പോൾ ആ കിണറൊന്ന് കാണാൻ ഞങ്ങൾ 10 അടി ആയിട്ടുള്ള കോണി കൊണ്ടുവന്നു. കോണി വന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ കോളിയിലത്തെ ആൾക്കാരെ വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മുമ്പ് ഉണ്ടായിരുന്ന കിണറാണ്, ഇപ്പോൾ വന്നൊരു 13-12 റിങ് ഇറക്കിയിട്ടുണ്ട്. ഈ 13 റിങ്ങിൽ 9 റിങ്ങും ഭൂമിൻ്റെ മുകളിലാണ്. അതിന് ഏതാണ്ട് 6 ലക്ഷത്തോളം ഉറുപ്പികയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന് പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയി നോക്കിയത് പുത്തനയിലാണ്. പുത്തനയിൽ ഞങ്ങൾ കിണർ പോയി നോക്കി സലാമിൻ്റെ വാർഡായ വാർഡ് പോയി നോക്കുമ്പോൾ അവിടെ ഒരു കിണർ 12 റിങ്ങാണ് അവിടെ ഉള്ളത്. അത് അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞത് 4500-3000 രൂപ വെച്ച് ഒരു വ്യക്തിൻ്റെ നിന്ന് കൊടുത്തിട്ടുണ്ട്. 4500-3000
അതിൽ ചിലർ കൊടുത്തു. അപ്പൊ എന്തിനു മേടിച്ചു പറഞ്ഞു ആ സ്ഥലം വാങ്ങാനുള്ളതാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ഹമീദ് ഹാജി, V ആബിദ് അലി, റഷീദ് കുട്ടത്തി, CK സലാം, P സജ്നു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് V നിസാം ആബിദ് അലി, മണ്ഡലം പ്രസിഡന്റ് ഫവാസ് കേരള, മുജീബ് ചുള്ളിയോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. Real fruit power, real juices from Dabur.